ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രശ്നപരിഹാരത്തിന് ചെന്നിരിക്കുകയാണ്. അതേ നമ്മുടെ നീതുവിൻ്റെ വീട്ടിൽ സുധീഷും അതുപോലെ ഹരീഷും കൂടി രണ്ടുപേരും പിടിയും വലിയും ഉന്തും തള്ളും ഒക്കെ ആയി. അങ്ങനെ അതെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ അനിയത്തെ ചതിച്ച് നിൻ്റെ അനിയൻ അവളെ ഗർഭിണിയാക്കിയെന്ന് പറഞ്ഞതേ നമ്മുടെ അഖില്. അപ്പോഴത്തേക്കും അമ്മ വന്ന് ഹരീഷിൻ്റെ കുത്തിന് കയറി പിടിക്കുന്നു. മൊത്തത്തിൽ പ്രശ്നത്തോട് പ്രശ്നമായി. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ഈ വെപ്രാളം കൂടുന്ന പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്താണെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാമല്ലോ. ഒന്ന് സുധീഷ് അവനെ വെറുതെ ഇങ്ങനെ അടിയും പിടിയും വെള്ളമൊന്നും വെക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന സുധീഷിൻ്റെ ഷർട്ടിന് കയറി പിടിച്ചിട്ട് എന്ത് സംസാരിക്കാനാടാ? സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ അതിൻ്റെ അനിയൻ ചെയ്തു വെച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ വിടുന്നു പറഞ്ഞ സുധീഷ്, കല്യാണം കഴിയാത്ത കുട്ടിയല്ലേടാ അവള്, ഇപ്പൊ പറഞ്ഞു 2 മാസം വയറ്റിലുണ്ടെന്ന്. അവളുടെ അവസ്ഥ എന്താണെന്ന് അറിയുമോ നിനക്ക്? ഇതുവരെ പുസ്തകം പിടിച്ച് കോളേജിൽ പോകേണ്ട പ്രായത്തിൽ എൻ്റെ കുട്ടി ഒരു കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കണോടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ, പെറ്റ വയറിനെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോടോ അതൊക്കെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക. നീ ന്യായം പറയാൻ നിൽക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു. ഹരീഷ് ഒന്നും മിണ്ടുന്നില്ല. നീതുവാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുക. നിന്റെ കുടുംബത്തിൻ്റെ ഗുണവധികാരി നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതുകൊണ്ടാണ് അവളോട് സംസാരിക്കരുത് നീ വൃത്തികെട്ടവനോട് ഞാൻ പറഞ്ഞത്. അപ്പം അത് ശരി, അതെ അവരാണോ നിങ്ങളുടെ മോളോട് സംസാരിച്ചത്? ആണോ? ആദ്യം സംസാരിച്ചത് അവളല്ലേ എന്ന് സുധീഷ് ചോദിച്ചു. തെറ്റ് 2 പേരുടെ കയ്യിലുണ്ട് എന്ന് വെച്ച് ഒരു കൂട്ടരെ മാത്രം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് നമ്മുടെ സുധീഷ് പറയാം. ആ സമയത്ത് കേട്ടില്ലേടി നീ ഒരു പറഞ്ഞ കേട്ടില്ലേ? നീ സംസാരിച്ചത് കൊണ്ട് അതൊക്കെ ഉണ്ടായതെന്ന്. മോദി ആയില്ലടി നിനക്കെന്നൊക്കെ ചോദിച്ചു. ഭയങ്കര നിന്നോട് എത്ര തവണ ഇത് നിർത്താൻ ഞാൻ പറഞ്ഞതാടി, കുടുംബത്തിന് നാണം കെടുത്തിപ്പോൾ മോദി ആയില്ലടി നിനക്കെന്ന് ചോദിച്ചുകൊണ്ട് നീതുവിനെ അവിടെ ഇട്ട് താലങ്ങും വേലങ്ങും ഇട്ട് അടിക്കാം. അമ്മ ഒന്ന് നിർത്തുന്നുണ്ട് എല്ലാവരും ചോദിച്ചുകൊണ്ട് ഹരീഷ് ഒച്ച വെച്ചു. ഈ അടിയും പിടിയും വഴക്കും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, നീതു ഇനി നീയാ പറയേണ്ടത്. 2 ദിവസമായിട്ട് ഇത് കേട്ട് തല പെരുക്ക. നീ എങ്ങനെ പ്രഗ്നന്റ് ആയെന്ന് പറയാനായിട്ട് നമ്മുടെ ഹരീഷ് പറയുന്നു. അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ നോക്കുക കേട്ടോ. എല്ലാവരും അന്തം വിട്ട് നിൽക്കുന്നു. എൻ്റെ മോളെ വശീകരിച്ച് ചതിച്ചിട്ട് ഇമാതി നെറുകെട്ട ചോദ്യം ചോദിക്കുന്നുടാ നായേന്നും ചോദിച്ചോണ്ട് നീതുവിൻ്റെ അമ്മ അച്ഛൻ നീതുവിൻ്റെ നേരെ ഹരീഷിൻ്റെ നേരെ. അപ്പൊ കേട്ടില്ലേടി, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഇവനൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന് അവൻ പറഞ്ഞു കേട്ടില്ലേ? എറണം കെട്ടവളെ, നീ മുടിഞ്ഞു പോകത്തുള്ളെന്നൊക്കെ പറയുമ്പം ഇനി തേണ്ടി ഈ വീട്ടിൽ നിന്ന് ജീവനോടെ പോകില്ലെന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ഈ അഖിൽ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും സുധീഷ് എടാന്നും പറഞ്ഞ് പിടിച്ചങ്ങ് നിർത്തും. അപ്പോഴത്തേക്കും നീതു ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാവരും എന്ന് ചോദിച്ചുകൊണ്ട് നീതു അപ്പതേ മൊത്തത്തിൽ നാറി ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ല എന്ന് നമ്മുടെ സുധീഷിനോടും മറ്റുള്ളവരോടും ഒക്കെ ആയിട്ട് നീതു പറയുമ്പോഴത്തേക്കും അടിയും പിടിയും വഴക്കുമായിട്ട് നിന്ന് എല്ലാവരും കണ്ണും തള്ളിപ്പിടിച്ചിങ്ങനെ നീതുവിനെ നോക്കുക. എല്ലാവരും ഞെട്ടിപ്പോയി. ആരും പ്രതീക്ഷിച്ചില്ല നീതു ഇങ്ങനെ പറയുന്നേ. എന്താടി നീ പറഞ്ഞേ? നീ എന്താടി ഇപ്പൊ പറഞ്ഞേന്ന് ചോദിച്ചു. എന്താ ഞാൻ സത്യം പറഞ്ഞത് ഇപ്പൊ തെറ്റായോ എന്ന് ചോദിച്ചു. ഇനിയിപ്പോ പ്രഗ്നന്റ് ആണെന്ന് വീണ്ടും നോണ പറയണോന്ന് ചോദിച്ചു. നീതു അമ്മ ഇങ്ങനെ അന്താളിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പത്തേക്കും അഖില് ആശുപത്രി കൊണ്ട് സ്കാൻ ചെയ്ത് നോക്കാൻ നീ അല്ലടി വെല്ലുവിളിച്ചതെന്ന് ചോദിച്ചു. എന്നിട്ട് നീ അത് ചെയ്തോ? ഇല്ലല്ലോ. ചെയ്തോ എന്ന് അഖിലിനോട് നീതു. ചെയ്തിരുന്നെങ്കിലേ അപ്പോഴേ അറിയായിരുന്നു ഞാൻ നുണ പറയായിരുന്നെന്ന്. അപ്പോഴാ ഹരീഷിനൊന്ന് ശ്വാസം നേരെ വീണത്. അപ്പം പിന്നെ എന്തിനാടി നീ നുണ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് നീ ഇതുവരെ കുറെ തല്ലി. അപ്പൊ ഒന്ന് നിർത്തുന്നുണ്ടോന്നും ചോദിച്ചോണ്ട് ഹരീഷ് ദേഷ്യപ്പെട്ടു. അവൾ എന്ത് പറഞ്ഞാലും ഈ അടിക്കണ ഏർപ്പാടുണ്ടല്ലോ അത് വേണ്ടാന്ന് പറഞ്ഞു ഹരീഷ്. എടാന്നും പറഞ്ഞു അഖിലങ്ങ് ചെല്ലുമ്പോ, എന്താടാ അവള് സത്യം പറഞ്ഞല്ലോ, പിന്നെ നീ എന്തിനാ ഇത്രയും കുറയ്ക്കടാ, ഓവറാക്കാൻ നിൽക്കലേടാന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് പറയുകയാണേ ഈ അഖിലിനോട്. നീതു നീ എന്തിനാ അങ്ങനെ ഒരു നുണ പറഞ്ഞത്? അപ്പൊ നിങ്ങളെല്ലാവരും മാടായിപ്പാറയ്ക്ക് പോയപ്പോ ഇവിടെ എന്താ ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്ന് നീതു ചോദിച്ചു. അപ്പൊ ഇവരെല്ലാരും കൂടി ഇങ്ങനെ നിൽക്കുക. പണിപ്പാളിന്ന് അവർക്ക് മനസ്സിലായി. ഇവരെല്ലാരും കൂടി നീ നിൽക്കുന്നവരുടെ കോങ്ങളോ ഇല്ലേ, അവന്റെ കൂട്ടുകാരനെ കൊണ്ട് എന്നെ ബലമായി കെട്ടിക്കാൻ നോക്കിയെന്ന് നീതു പറയാം. അത് കേട്ടപ്പോൾ സുധീഷും ഹരീഷും ഞെട്ടിപ്പോയിട്ടോ. ഓഹോ അപ്പം അങ്ങനെയൊക്കെ നടന്നല്ലേ? അമ്പലത്തിലേക്ക് എന്നെ നാടകം കളിച്ച് നുണ പറഞ്ഞ് മണ്ഡപം വരെ എത്തിച്ചു. ആ കോന്തനോട് ഞാൻ പറഞ്ഞതാ എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണ്, ഹരീഷിനെ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന്. അപ്പം നാറി എന്നോട് പറയാ അത് സാരമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാവെന്ന്. എന്ന് പറഞ്ഞു സുധീഷേ. എല്ലാവരും കൂടി എന്നെ പെടുത്തി കളയുമെന്ന് തോന്നിയപ്പോൾ എനിക്ക് ഈ വഴി മാത്രമേ തോന്നിയുള്ളൂ, അതാ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് നമ്മുടെ നീതു പറയാട്ടോ. നോണ പറയായിരുന്നല്ലടി എന്നും ചോദിച്ചുകൊണ്ട് അഖിൽ എന്ന് നീതുവിനെ അടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് തൊട്ടു പോകരുത് അവളെ എന്ന് പറയാം. അവള് സംസാരിക്കാനടാ, അത് നടക്കട്ടെടാ. ഇനി നീ അവളുടെ ദേഹത്ത് ഒരു തവണ കൂടി കൈവച്ചാ നീ വിവരം അറിയും, മാറിപ്പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് പറയാണ്. അപ്പത്തേനും അഖില് പുറകോട്ട് വരഞ്ഞു. പേടിയുണ്ട് ചെറുതായിട്ട്. അങ്ങനെ നമ്മുടെ നീതു കഥകളൊക്കെ ഇവരുടെ മുന്നിൽ പറയാം. അതെ മാറിഞ്ഞു ഇനി ഈ വിഷയത്തിൽ നിന്റെ ഇടപെടലിൻ്റെ യാതൊരു ആവശ്യമില്ല. നീ മാറി അവിടെ നിന്നോ. നിന്റെ അച്ഛൻ മാറിക്കുന്നുണ്ടോ അതുപോലെ അങ്ങ് മാറി ഇങ്ങ് നിന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ സുധീഷ്. അങ്ങനെ നീതു കഥകൾ മുഴുവൻ ഇവരോടെല്ലാവരോടുമായിട്ട് പറയുകയും ചെയ്തു. നിങ്ങൾക്ക് എൻ്റെ ജീവിതം നിസ്സാരമായിരിക്കും, എനിക്ക് പക്ഷെ അത് അങ്ങനെയല്ല എന്ന് നീതു ഇവരോട് പറയാം. ഹരീഷ് അല്ലാതെ വേറൊരാളെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അതത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്ന് നീതു ഇവരോട് ചോദിക്കുക, അച്ഛനോടും അമ്മയോടും. ഇവരോട് നുണ പറഞ്ഞതൊക്കെ എന്നോട് എന്തിനാണ് നീ നുണ പറഞ്ഞോന്ന് ചോദിച്ചപ്പം അത് ഞാൻ
വെറുതെ വട്ടാക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സുധീഷിന് ചിരി വന്നു. സുധീഷ് അവിടെ നിന്ന് ചിരിക്കുക. അപ്പോൾ ഹരീഷ് ഇങ്ങനെ നോക്കുക. സോറി എന്നും പറഞ്ഞു. സുധീഷിൻ്റെ ചിരി ഓവറായെന്ന് സുധീഷിന് എന്നെ തോന്നി. എല്ലാവരും ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുന്നു. ഇപ്പം എല്ലാവർക്കും ഓക്കെ ആയില്ലേ എന്ന് ചോദിച്ചു. ദേ ഹരീഷ് വരുന്നത് വരെ ഈ നുണ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നും പിന്നെ വന്നു സത്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി എൻ്റെ കല്യാണമെന്നും പറഞ്ഞ് എന്തെങ്കിലും പണിയായിട്ട് വന്നാൽ അത് ഹരീഷ് നോക്കിക്കോളും. അല്ല ഹരീഷേ? അപ്പം ഹരീഷ് എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും നമുക്ക് പുറത്തൊന്ന് സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നീതു ഹരീഷിനെ കൂട്ടി ഓടി ഇങ്ങോട്ടെന്നും പറഞ്ഞ് അമ്മ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ നോക്കുക. വീട് തന്നെ അങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് അമ്മയെ പിടിച്ച് മാറ്റിയിട്ട് ഹരീഷും നീതും കൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധീഷും ഇങ്ങനെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സുധീഷ് ഏട്ടാ, ഇവള് പറയുന്നതിലൊന്നും വലിയ കാര്യം ഉണ്ടായിരിക്കില്ല എന്ന്. ശരി നീ സംസാരിച്ചിട്ടോ, ഞാൻ അപ്പുറത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധീഷ് അവിടെ നിന്ന് പോയി. താങ്ക് യു സുധീഷ് ഏട്ടാ. ശരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധീഷ് അവിടെ നിന്ന് അങ്ങ് പോയി. ഈ സമയത്ത് നീതും ഹരീഷും കൂടെ അവിടെ നിന്ന് സംസാരിക്കും. ശരിക്കും നീ പേടിച്ചു പോയോ ഹരീഷേ? എൻ്റെ പൊന്നെ പേടിച്ചോന്നോ? 2 ദിവസമായിട്ട് എനിക്ക് ജീവൻ പോലും ഉണ്ടായിരുന്നില്ല, നിനക്കറിയാവോ എന്ന് ചോദിച്ചു. നിന്റെ അമ്മ സുഭാഷ് ചേട്ടനെ ഫോൺ വിളിച്ച് പറഞ്ഞതിൻ്റെ ദേഷ്യം ഞാൻ ശരിക്കും ഏറലായിരുന്നു എന്ന് പറഞ്ഞു. സോറിടാ, ഞാൻ പറഞ്ഞല്ലേ രക്ഷപ്പെടാൻ അങ്ങനെ പറയാൻ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ, പ്ലീസ് എടാ. അപ്പം അത് കേട്ടപ്പം പക്ഷേ എന്നോടെങ്കിലും നിനക്ക് സത്യം ഒന്ന് പറയായിരുന്നു. അത് പിന്നെ അപ്പം എനിക്ക് നിന്നെ കളിപ്പിക്കാനാ തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് നമ്മുടെ നീതു. പിന്നെ പക്ഷെ എൻ്റെ പൊട്ട ഹരീഷേ, നീ എന്തിനാണ് അത് കേട്ട് പഠിക്കാൻ പോയേ? നിനക്ക് അറിഞ്ഞോടെടാ സത്യം എന്ന് ചോദിച്ചപ്പം എടി എനിക്കറിയാം, പക്ഷെ വീട്ടുകാർക്ക് അത് അറിയത്തില്ലല്ലോ, അതുകൊണ്ടാ. എന്താടാ ഞാൻ അങ്ങനെ പറഞ്ഞപ്പം നിന്നെ ചതിക്കുകയാണെന്ന് എപ്പോഴെങ്കിലും നിനക്ക് തോന്നിയോന്ന് ചോദിച്ചു. ഏയ് അതല്ലടി, പിന്നെന്താടാ നിനക്കൊരു ഇത്? അല്ല ആ സമയത്തെ വല്ലാത്തൊരു ടെൻഷനും പേടിയൊക്കെ എനിക്ക് പെട്ടെന്ന് തോന്നി. ഓ ഇനി അഥവാ ബിരിയാണി കിട്ടിയാലോ എന്നുള്ളൊരു ടെൻഷൻ അല്ലേ? കൊള്ളാം. അങ്ങനെ 2 പേരും കൂടെ സംസാരിച്ചു. അങ്ങനെ നമ്മുടെ നീതു നമ്മുടെ ഹരീഷിനെ കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെ നമ്മുടെ സുധീഷ് കാണുക. എൻ്റെ ഈശ്വരന്മാർ ഇത് എന്തോ ഇത് പിള്ളേരെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞു നമ്മുടെ സുധീഷ്. അല്ലെങ്കിൽ വേണ്ട, കണ്ടിന്യൂ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സുധീഷ് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഹരീഷിനെ ടാറ്റയൊക്കെ കൊടുത്ത് നമ്മുടെ നീതു കയറി എടാ നിന്ന് കറങ്ങാതെ വാടാന്ന് പറഞ്ഞ സുധീഷ്. സമയത്ത് സുഭാഷ് അവിടെ വിവരം അറിയാൻ വേണ്ടി കാത്തു നിൽക്കുക. ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മടുത്തു സുഭാഷ്. ഈ സമയത്ത് നിധി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. എന്താ സുഭാഷ് ഏട്ടാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ നീതുവിൻ്റെ വീട്ടിലേക്ക് പോയ ഹരീഷ് ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ മോളെ. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഫോണിലൂടെ അവരെങ്ങനെയാണ് സംസാരിച്ചതെന്ന് മോള് കേട്ടതല്ലേ എന്ന് ചോദിച്ചു. ഇവൻ അങ്ങോട്ട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവരെന്തെങ്കിലും ചെയ്യുമെന്നൊരു പേടിയുണ്ട് എനിക്ക്. അങ്ങനൊന്നും സംഭവിക്കില്ല എൻ്റെ സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞ് നീതി സുഭാഷിനെ സമാധാനിപ്പിക്കുന്നു. അവൻ ഇന്ന് തന്നെ അങ്ങോട്ട് പോകണ്ടായിരുന്നു, ശരിയായില്ലല്ലേ മോളെ? അവൻ പോയതാ ശരിക്കും. ശരി സുഭാഷ് ഏട്ടാ, അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അവൻ നേരിട്ട് ചെല്ലാതെ മാറി നിൽക്കുന്നതല്ലേ തെറ്റ് എന്ന് നീതി ചോദിച്ചു. ഈ പ്രശ്നം ഹരീഷ് എന്നെ ഡീൽ ചെയ്യണം. അപ്പോൾ നീതുവിനെ കല്യാണം കഴിച്ചോളാമെന്ന് ഹരീഷ് എന്നെ കൺവിൻസ് ചെയ്യേണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ അവർ സമ്മതിച്ചില്ലെങ്കിലും ഉറപ്പായിട്ട് അവരതിന് സമ്മതിക്കുമെന്നേ. ആദ്യം കുറച്ച് ചീത്തയും വഴക്കും കരച്ചിലും ഒക്കെ പറയും, എന്നാലും അവർക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയമല്ലേ ഇത്, സമ്മതിക്കാതിരിക്കാനോ യാതൊരു നിവർത്തിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അതെ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് നികേഷ് ഇറങ്ങി വന്നു. നീ അകത്തേക്ക് പോയിക്കട്ടെ നികേഷ്, ഞങ്ങൾ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുകയാണെന്ന് പറഞ്ഞു സുഭാഷ്. എൻ്റെ പ്രായത്തിൽ കേൾക്കാൻ പറ്റാത്ത സീരിയസ് ആയിട്ടുള്ള എന്നാ വിഷയം ഉള്ളത്? അങ്ങനെ ഒരു കാര്യവും ഹരീഷേട്ടൻ്റെ കാര്യത്തിലില്ല സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞു. ഹരീഷേട്ടൻ കാരണം നീതു പ്രഗ്നൻ്റ് ആയി, അത് ഒളിച്ചു വെച്ചിട്ട് ഇപ്പം എന്താ കാര്യം എന്ന് നികേഷ് ചോദിക്കുക സുഭാഷിനോട്. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല നാട്ടുകാർ മൊത്തം അതറിയത്തില്ലേ എന്ന് ചോദിച്ചു. അതിനു മുമ്പ് അവരുടെ കല്യാണത്തിനുള്ള കാര്യങ്ങൾ നോക്കണം, അതല്ലേ ഇവിടെ ചർച്ച, എനിക്കതൊക്കെ മനസ്സിലാവുമെന്ന് പറഞ്ഞ് ഇവർ നിൽക്കുമ്പോഴാണ് സുധീഷും ഹരീഷും കൂടെ വരുന്നത്. അവർ ചിരിച്ച് കളിച്ച് തുള്ളിച്ചാടി വരുന്നു. അപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് ഇവർ അന്തം വിട്ട് ഇങ്ങനെ നോക്കുക. അപ്പം ഈ സുധീഷിൻ്റെ ഇച്ചിരി ഓവർ ആക്ടിങ് കണ്ടപ്പോഴത്തേക്ക് ഹരീഷിന് ദേഷ്യം വന്നു. കുറേ നേരമല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്നു. വീടെത്തി മതി നിർത്താൻ പറഞ്ഞു. അതായത് വീടെത്തി ഇനി ഇവരെ അത് അറിയിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴേ എനിക്ക് ചിരി വരുന്നത്. നീ വാ എന്ന് പറഞ്ഞ സുധീഷ് ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹരീഷ് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ നിൽക്കുക. ഒന്നും മിണ്ടാണ്ടിരുന്നാൽ മതി, ഞാൻ പറഞ്ഞോളാമെന്ന് ഹരീഷ്. എന്താടാ പോയിട്ട് സംഭവിച്ചത്, കാര്യം പറയാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും സുധീഷ് ഇവരോട് കാര്യം പറയാം. എല്ലാം പകുതിക്ക് കൊണ്ടിട്ടിട്ട് സുധീഷ് ചിരിയോട് ചിരി. നിങ്ങൾ എന്നെ ഈ കാണിക്കുന്ന കാര്യം പറ സുധീഷ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിധി. അപ്പോൾ അവളെ കള്ളം പറഞ്ഞതാ എന്ത്? അങ്ങനത്തെ നമ്മുടെ സുധീഷ് വിവരങ്ങളെല്ലാം ഇവരോട് പറയുവാണ്. അപ്പോൾ നിനക്ക് വിശ്വാസമില്ലേ ഹരീഷെന്നും ചോദിച്ച് ചുമ്മാ ഒരു നാടകം അങ്ങ് ഇറക്കി. ഇവനാകെ ടെൻഷനായോ നേരം. ഇവൻ പ്രേമിച്ചത് കൊണ്ടെങ്ങാനും ആണോ ഇനി അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇവനൊരു ടെൻഷൻ. അപ്പോഴത്തേക്കും നിധിക്കും നികേഷിനും ചിരി വന്നു. ആ സമയത്തതേ നീതു അത് തർപ്പിച്ച് പറഞ്ഞപ്പോഴേ ഇവൻ്റെ അവസ്ഥ അതായിരുന്നേ. ഞാനാണ് കാരണമെന്ന് പറയാനും വയ്യ, അല്ലെന്ന് പറഞ്ഞാൽ അവളെ വിശ്വസിപ്പിക്കാൻ വയ്യ, വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇവനെന്നൊക്കെ പറയാം. അപ്പോൾ സുഭാഷ് ഇങ്ങനെ നിൽക്കുക കേട്ടോ ദേഷ്യത്തിൽ. വീട്ടിൽ വന്ന് കയറി ഉടനെ
നീതുവിനെ കാണാൻ ഇവൻ ഓടിയതിൻ്റെ കാരണം അതാ. എനിക്കറിഞ്ഞൂടെ ഇവനെ, അതുകൊണ്ടാണ് ഞാൻ ഇവൻ്റെ പിന്നാലെ വെച്ച് പിടിച്ചതോ എന്നൊക്കെ പറഞ്ഞ സുധീഷ്. അങ്ങനെ എല്ലാം കേട്ടെന്ന് ചമ്മി വിളറി ഇങ്ങനെ നമ്മുടെ ഹരീഷ് നിൽക്കുക. അപ്പം ഞാൻ ടെൻഷൻ അടിച്ച് മരിക്കാൻ, അല്ലാണ്ട് വേറെ അവളെ ഇങ്ങനത്തെ കളിയൊക്കെ കളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരീഷ് അകത്തേക്ക് കയറിപ്പോയി. ഹരീഷ് അങ്ങനെ അതും പറഞ്ഞ് കയറി പോയപ്പോഴാണ് സുഭാഷിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നത്. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ നീതുവിൻ്റെ വീട്ടിൽ ഇവരെല്ലാവരും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോഴത്തേക്കും അമ്മയും ഒക്കെ വന്നു. അപ്പം നീതുവിനെ കഴിക്കാൻ വിളിച്ചില്ല. അതിന് മുമ്പ് നീതു വന്നിരുന്ന് കഴിക്കുക കേട്ടോ. സമയത്ത് അമ്മ ഇങ്ങനെ മോളെ നോക്കി തന്നെ നിൽക്കുവാണ്. അച്ഛൻ്റെ അടുത്ത് വന്നിരുന്ന് മോള് കഴിക്കുന്നത്. ഭയങ്കര കലിപ്പിലാണ് അമ്മയും അച്ഛനും ഒക്കെ. അന്നേരം നോക്ക് നീതു, നീ പറഞ്ഞത് നുണയാണെങ്കിൽ ഞാൻ പ്രേമിനോട് പറയാം. അവന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. നിനക്ക് ഈ ബന്ധം ശരിയാവില്ല. അവനെ വിവാഹം ചെയ്ത് നന്നായിട്ട് ജീവിക്കാൻ നോക്കാൻ പറഞ്ഞു അഖില. അല്ല, നിങ്ങളൊക്കെ എന്താ മോശ കഴുതകളാണോ? ഒരെണ്ണത്തിൻ്റെ തലയ്ക്കകത്ത് അല്പം പോലും വിവരമില്ലല്ലേ എന്ന് ചോദിച്ച് നീതു. അമ്മയും അച്ഛനോ ഞങ്ങളെയും കൂടി ഇങ്ങനെ നോക്കിയിരിക്കുക. ഇങ്ങനെ ഒരു നുണ പറഞ്ഞ് ഈ ഒരു കല്യാണം നിർത്തിയെങ്കിലേ ഇനി ഞാൻ അവനെ വിവാഹം കഴിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് നീതു ചോദിക്കുക. അത് കേൾക്കുമ്പോഴൊക്കെ അമ്മയ്ക്ക് ദേഷ്യം കൂടിക്കൂടി വരിക. നിന്നെപ്പറ്റി എല്ലാം അറിഞ്ഞിട്ടും ഒരു പയ്യൻ നിന്നെ കെട്ടിക്കൊള്ളാന്ന് പറയുമ്പം അത് വലിയ കാര്യമല്ലേ മോളെ? ഈ എല്ലാം അറിഞ്ഞു എന്ന് വെച്ചാൽ എന്നെ അച്ഛാ അത് പറ. ഞാനെന്താ ആരെങ്കിലും കൊന്ന് ജയിലിൽ പോയിട്ട് വന്ന് നിൽക്കുന്ന ആൾ വല്ലതുമാണോ? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതോ അനാശാസ്യത്തിന് പോലീസ് പിടിച്ച വല്ല ആളുമാണോ? അല്ലല്ലോ. ഒരാളെ ഇഷ്ടപ്പെട്ടു, അയാളെ തന്നെ വിവാഹം കഴിക്കാനും തീരുമാനിച്ചു. അതൊരു കുറ്റമാണോ എന്ന് നീതു ചോദിക്കാം. നീ എന്തിനാണ് ഈ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അപ്പം നിങ്ങളും അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കണേന്ന് അമ്മയോട് നീതു. ആ കുടുംബത്തിലേക്ക് നിന്നെ കെട്ടിച്ചയക്കാൻ ഞങ്ങൾക്ക് സമ്മതമല്ല, ചെയ്യില്ല ഞങ്ങളത്. ഞാൻ കല്യാണം കഴിഞ്ഞ ആ കുടുംബത്തിൽ തന്നെ പോകത്തുള്ളൂ. എങ്കിലേ ഞങ്ങളെ 3 പേരെ നീ അങ്ങ് മറന്നേക്കാൻ പറഞ്ഞു. ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്, എങ്കിലും ഞാനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാമെന്ന് നീതു പറയാം. ഇവർക്ക് ഒന്നിന് ഗ്യാപ്പ് കൊടുക്കുന്നില്ല. നീതു എന്തൊക്കെ വഴക്കുണ്ടാക്കിയാലും നീ എൻ്റെ അനിയത്തിയാണെന്ന് അഖില്. ആ ഒരു സ്നേഹം കൊണ്ടാണ് നിന്നോട് ഞാൻ പറയണേ. ആ വീട്ടിൽ പോയി താമസിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല. 5 ആണുങ്ങളാണ് അവിടെ ഉള്ളത്, നീ അത് മനസ്സിലാക്ക്. ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ കതകം ചാരി അകത്തിരിക്കുന്നത് പോലെ അവിടെ പോയി അങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. നാട്ടുകാർക്ക് ആർക്കെങ്കിലും അവരോടൊരു മതിപ്പുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഹരീഷ് 10ാം ക്ലാസ് കഴിഞ്ഞ് വണ്ടിപ്പണിക്ക് പോയവനാണെന്നൊക്കെ പറയണു. ഇതൊക്കെ കേട്ടിട്ട് നീതുവിനൊരു കൂസലുമില്ല. നിന്നെ പോലെ പഠിച്ചൊരു കുട്ടിക്ക് ചേർന്നവനാണോ അവൻ? നീ മനസ്സിലാക്കുക. ശരി, വർക്ക്ഷോപ്പ് എങ്കിൽ വർക്ക്ഷോപ്പ്. അത് പക്ഷെ അവൻ്റെ സ്വന്തമൊന്നും അല്ലല്ലോ, വെറും പണിക്കാരൻ മാത്രമല്ലേ അവൻ. എല്ലാം നീ തന്നെ ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുക. ഇനി പറ, ഇങ്ങനെ ഒരു ബന്ധം നിനക്ക് വേണോ? നീ ഒന്ന് മനസ്സിലാക്കുക. നീ ഇതൊന്നും കേട്ട മട്ടില്ല. ആ വീട് അവരുടെ സ്വന്തം അല്ല മോളെ. അതിൻ്റെ പേരിൽ ഹരീഷിന് വലിച്ചാൻ കേസ് കൊടുത്തിരിക്കുകയാണെന്നും നാളെ കേസ് അവർക്ക് വിധിയായി വരും. എല്ലാവരും കൂടെ നടുറോട്ടിൽ ഇറങ്ങി നിൽക്കണം. അറിയാമോ നിനക്കെന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊന്നും അറിയാണ്ടാണോ ഹരീഷിനെ ഞാൻ സ്നേഹിച്ചതെന്നാണോ അച്ഛൻ വിചാരിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നതെന്ന് നീതു അന്നേരം ചോദിച്ചേ. എനിക്കെല്ലാം അറിയാച്ചാ, എനിക്കെല്ലാം അറിയാം. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ഇനിയല്ല നിന്റെ ഇഷ്ടം പോലെ വരുന്നതെല്ലാം നീ തന്നെ അനുഭവിക്കണമെന്ന് പറഞ്ഞ അഖിൽ ഇങ്ങനെ പറയാം. നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ? നമ്മളും വാടകയ്ക്ക് തന്നെയാണല്ലോ കിടക്കുന്നത്. ആദ്യം സ്വയം നന്നാവ്, എന്നിട്ട് ഹരീഷിനെ നന്നാക്കാൻ വാ നീ എന്നും പറഞ്ഞുകൊണ്ട് നീതു അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി. നീതു അവരുടെ മുന്നിൽ ഒന്നിനും വിട്ടു കൊടുക്കുന്നില്ല. അങ്ങനെ ഭക്ഷണം എടുത്ത് മുറിയിൽ പോയിരുന്നു ഇങ്ങനെ കഴിക്കുക. അപ്പോഴത്തേക്ക് ഹരീഷിൻ്റെ കോള് വന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഹരീഷ് നീതുവും കൂടെ ഫോൺ വിളിക്കുന്നു. പിന്നെ നീതു ആണെങ്കിൽ ഹരീഷിനോട് ചൂടാകുന്നു. അങ്ങനെ നീതു ഫോൺ കട്ട് ചെയ്തിച്ചങ്ങ് പോയി. ഹരീഷ് ഇവയ്ക്ക് തന്നെ പറ്റിയെന്ന് ഓർത്ത് ആലോചിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുക. ആ സമയത്തെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു വിളിച്ചിട്ട് ഞാൻ ദേഷ്യത്തോടെ ഫോൺ വെച്ചാൽ തിരിച്ചു വിളിക്കാനുള്ള മര്യാദ കാണിക്കില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചു. നിനക്ക് എന്നാ പറ്റിയത്? അവരോടുള്ള ദേഷ്യം നീ എന്തിനാ എന്നോട് തീർക്കണേന്ന് ചോദിച്ചുകൊണ്ട് ഹരീഷ്. മുമ്പ് ഇവിടുത്തെ അവസ്ഥ നിനക്ക് അറിയാമോ? മുമ്പ് വഴക്ക് പറച്ചിൽ മാത്രമായിരുന്നു, ഇപ്പം അത് അഡ്വൈസിലേക്ക് ശിഷ്ടായി. നിനക്കറിയാമോ? എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നണ്ടില്ല എൻ്റെ ഹരീഷെ. നീ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു നല്ലതെന്ന് പറഞ്ഞപ്പോൾ എടി എവിടേക്ക് കൊണ്ടുപോകാൻ അന്ന് പറഞ്ഞ ഹോസ്റ്റൽ റെഡിയാക്കി തരട്ടെ, അത് മതിയോന്ന് ചോദിച്ചു. നീ എന്നെ മാരേജ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടുപോകും, അതാ നല്ലതെന്ന് നീതു. എടി നീ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണമെന്ന് ചോദിച്ചു. ഞാൻ കാര്യങ്ങളെല്ലാം നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞിട്ടുള്ളല്ലേ. അപ്പം നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എൻ്റെ കണ്ടീഷൻ ഇവിടെ വളരെ വളരെ പ്രശ്നത്തിലാണെന്നും പറഞ്ഞുകൊണ്ട് നീതു ഇങ്ങനെ ഹരീഷുമായിട്ട് സംസാരിക്കണം. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചു. അതുപോലെ നീതു പരാതികൾ ഇങ്ങനെ ഹരീഷിനോട് പറയുന്നതും ഒക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാൻ. ടാറ്റാ.